ഹായ്. അപ്പോൾ ഇന്ന് രാവിലെ ചായക്ക് കടി പുട്ടാണ് കേട്ടോ. പുട്ടും കടലക്കറിയാണ്. അപ്പോൾ കടലക്കറി ഇതാ വെള്ളക്കടലയാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ അത് ഞാൻ മസാല ഒക്കെ ഇട്ടിട്ട് അങ്ങനെ വെച്ച് പിന്നെ ഞാൻ അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വെള്ളക്കടല അങ്ങനെ കറി വെക്കുമ്പോൾ. അങ്ങനെ ചായപ്പൊടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതാ ജന്നമോൾക്ക് ഒരു ലോഡ് മരുന്നുണ്ട് കേട്ടോ കൊടുക്കാൻ തന്നെ. അപ്പോൾ ഇന്നലെ അവൾക്ക് പിന്നെ ഞാൻ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഭേദമില്ലായിട്ട്. അപ്പോൾ പനിയും ചുമയും കൂടുതലായിട്ട് നല്ല കഫമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ 3 ദിവസം 2 നേരം വെച്ചിട്ട് ആവി പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ മരുന്നൊക്കെ കൊടുക്കട്ടെ. അപ്പോൾ മരുന്ന് കുടിക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല, മരുന്ന് കൊടുത്താലൊക്കെ കുടിക്കും. എൻ്റെ മിച്ചുവാണ് മരുന്ന് കുടിക്കാത്ത ആൾ. അപ്പോൾ മിച്ചുവിന് പിന്നെ എന്തെങ്കിലും വയ്യായി വന്നാൽ ഡോക്ടറെ കാണിക്കാൻ പോകാനും കൊണ്ടുപോകാനൊക്കെ മടിയാണ്. അപ്പോൾ മരുന്ന് കുടിക്കാത്തതുകൊണ്ട് അപ്പോൾ അങ്ങനെ മരുന്നൊക്കെ കൊടുക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് അച്ചാർ കുറച്ചും കൂടെ ഇന്നലെ രാത്രി ഇതേപോലെ ഞങ്ങൾ മൂടി ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മൂടിൻ്റെ മേലെ സ്റ്റിക്കർ വെക്കുമല്ലോ, അങ്ങനെ വെച്ചിരുന്നു. അപ്പോൾ ഇന്നലെ പിന്നെ നേരം വൈകിയപ്പോൾ ഇന്നലെ ഡോക്ടറെ അടുത്തു നിന്നൊക്കെ പോയി വന്നപ്പോൾ തന്നെ ഭയങ്കര തലവേദന ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് രാത്രി ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കി ഇന്ന് രാവിലെ ചായക്കടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കിയും കൂടെ ഉണ്ടായിരുന്നു സ്റ്റിക്കർ മേലെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊക്കെ നിന്ന് പിന്നെ ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ബോട്ടിൽമേൽ സ്റ്റിക്കർ ഒട്ടിക്കാനുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇനിയിപ്പോൾ അതിന് നിൽക്കുള്ളൂ. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇതാ ഒരു ട്രിപ്പ് പോക്കുണ്ട് എന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ വാഗമണ്ണക്കാണ് പോകുന്നത്. ഇവിടുത്തെ കകനും ഫാമിലി എല്ലാവരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളും ഇസ്തിരി ഇടലും പിന്നെ ഡ്രസ്സ് പാക്കിങ്ങും ഒക്കെയാണ്. അപ്പോൾ ഇന്ന് രാത്രിയാണ് പോണത് കേട്ടോ. രാത്രി ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് പോണത്. അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാണ്. അപ്പോൾ ഇന്നിപ്പോൾ ചോറിന് ഇതാ വെണ്ടക്ക മുളക് ഇട്ടതുണ്ട്, പിന്നെ ഉരുളൻകിഴങ്ങ് പൊരിച്ചതും, പിന്നെ കോഴിമുട്ട പൊരിച്ചതുണ്ട്, പിന്നെ അച്ചാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി ഞാൻ ജനമോക്ക് ചോറ് വാരി കൊടുക്കണം. അപ്പം ഇനി ഉച്ചക്കും ചോറുന്ന് കഴിഞ്ഞിട്ട് മരുന്ന് കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിലാണ്. അപ്പോൾ ഞാനൊക്കെ അച്ചാർ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതന്നെ ചോറിനെ അവൾ തിന്നണമൊന്നുമില്ല. പിന്നെ മരുന്ന് കുടിക്കാനുള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തിന്നണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ഓരോന്ന് പറഞ്ഞിങ്ങനെ റെഡിയാക്കി കൊടുക്കണം മരുന്ന് കൊടുക്കാനുള്ളതിനെ കൊണ്ട്. അങ്ങനെ ഇതാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തക്കലൊക്കെ കഴിഞ്ഞ് ഇപ്പം ജസ്ലിമോൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഏത് ഡ്രസ്സ് ഇടാന്നുള്ള ഇതിൽ. അപ്പോൾ ഇനിയിപ്പോൾ അതിന് പോവാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ.